1. അൽ ഫാത്തിഹ. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 7. പ്രാരംഭമെന്നാണ് ഫാത്തിഹയുടെ ഭാഷാർത്ഥം. ഇത് ഖുർആന്റെ ആമുഖം പോലെയാണ്. മുസ്ലിങ്ങൾ ദിനേന നമസ്കാരവേളയിൽ നന്നേ ചുരുങ്ങിയത് 17 തവണ ഇത് പാരായണം ചെയ്യുന്നു. പ്രവാചകത്വത്തിന്റെ ആദ്യകാലത്താണ് ഇത് അവതീർണമായത്. ഒന്നിച്ചവതരിച്ച ആദ്യത്തെ അധ്യായവും ഇതുതന്നെ. അൽ അലഖ്, അൽ മുസമ്മിൽ, അൽ മുദ്ദസ്സിർ എന്നീ അധ്യായങ്ങളിലെ ഏതാനും സൂക്തങ്ങളെ ഇതിനു മുമ്പ് അവതീർണമായിട്ടുള്ളൂ. ഇതിലെ ഞങ്ങളെ നേർവഴിയിൽ നയിക്കണമേ എന്ന പ്രാർത്ഥനയ്ക്കുള്ള പ്രപഞ്ചനാഥന്റെ പ്രത്യുത്തരമെന്ന നിലയിലാണ് ഖുർആൻ സമർപ്പിക്കുന്ന ജീവിത വ്യവസ്ഥ തുടർന്നുള്ള അധ്യായങ്ങളിലൂടെ അവതീർണമായത്. പരമകാരുണികനും ദയാപരനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്തുതിയൊക്കെയും അല്ലാഹുവിനാണ്. അവൻ മുഴുലോകരുടെയും പരിപാലകൻ. അർറഹ്മാനിർ റഹീം. പരമകാരുണികൻ, ദയാനിധി. മാലികി യൗമിദ്ദീൻ. വിധി ദിനത്തിനധിപൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിനക്കു മാത്രം ഞങ്ങൾ വഴിപ്പെടുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഞങ്ങളെ നീ നേർവഴിയിലാക്കണമേ. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. നീ അനുഗ്രഹിച്ചവരുടെ വഴിയിൽ, നിന്റെ കോപത്തിനിരയായവരുടെയും പിഴച്ചവരുടെയും വഴിയിലല്ല. 1. അൽ ഫാത്തിഹ. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 7. പ്രാരംഭമെന്നാണ് ഫാത്തിഹയുടെ ഭാഷാർത്ഥം. ഇത് ഖുർആന്റെ ആമുഖം പോലെയാണ്. മുസ്ലിങ്ങൾ ദിനേന നമസ്കാരവേളയിൽ നന്നേ ചുരുങ്ങിയത് 17 തവണ ഇത് പാരായണം ചെയ്യുന്നു. പ്രവാചകത്വത്തിന്റെ ആദ്യകാലത്താണ് ഇത് അവതീർണമായത്. ഒന്നിച്ചവതരിച്ച ആദ്യത്തെ അധ്യായവും ഇതുതന്നെ. അൽ അലഖ്, അൽ മുസമ്മിൽ, അൽ മുദ്ദസ്സിർ എന്നീ അധ്യായങ്ങളിലെ ഏതാനും സൂക്തങ്ങളെ ഇതിനു മുമ്പ്